സോ ഗുഡ് മോർണിംഗ് ഗൈസ്, നമ്മുടെ ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ യെസ്. സോ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത ഉള്ളിൽ കയറി. ടിക്കറ്റൊക്കെ ഓൾറെഡി അവർ തന്നിരുന്നു. അപ്പോൾ അവരൊക്കെ ബാക്കി വരുന്നു. അവന്മാർ ഫ്രണ്ടിൽ പോകുന്നു. ഇവിടെ ക്യാമറ ഒന്നും പ്രശ്നമില്ല കേട്ടോ, അവന്മാർ ചോദിച്ചൊന്നുമില്ല. ഇനി ഉള്ളിൽ ഉണ്ടോയെന്ന് അറിയില്ല, നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. നമ്മൾ ഒരു 10 മിനിറ്റായിട്ട് ക്യൂ നിൽക്കുക. എനിക്ക് തോന്നുന്നു സെറ്റായിട്ട് ആൾക്കാരെ കയറ്റി വിടത്തുള്ളൂ. എല്ലാവരും കൂടെ ഒരുമിച്ച് കയറ്റി വിടുന്നില്ല. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് തിരക്ക് കൺട്രോൾ ചെയ്യാം, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം സുഖമായിട്ട് എനിക്ക് തോന്നുന്നു. ആ ഫ്രണ്ടിനാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ടിലുള്ളത് കൊറിയക്കാരാണ്. അപ്പം നമ്മൾ വളർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. വെയിലുണ്ട്, പക്ഷേ ഇവിടെ വലിയ കുഴപ്പമില്ല, തണലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കയറാം. അപ്പോൾ വിടുമെങ്കിൽ കയറാൻ പറ്റണമല്ലോ. നമ്മൾ ഇവിടെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറുവാണ്. വണ്ടി ഓടിക്കും, ചാടിക്കറിക്കോ. നീ ഇതിൽ എന്താണോ പരിപാടി? ലിഫ്റ്റ് കയറാനാണേ, ക്യൂ ആണേ. ലിഫ്റ്റ് കയറാൻ ഇവിടെ നോക്കും. ഇവിടെ കുറേ പേര് ഞാൻ പറഞ്ഞില്ലേ, സെറ്റായിട്ടേ വിടത്തുള്ളൂ. നല്ലൊരു കാര്യമാണ്. നമ്മളപ്പം ഇങ്ങനെ ഇനി ലിഫ്റ്റിൽ കയറാൻ വേണ്ടി പോവാണ്. അവിടുന്ന് നമ്മുടെ നമ്മുടെ നമ്പറായി, സോറി ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നമ്പറായി, നമ്മൾ ലിഫ്റ്റിൽ കയറാൻ പോവാണ്. മോർണിംഗ്. വാവ്, നൈസ്. ആഹാ, കുറച്ച് കുപ്പിയിലെടുത്താലോ? മോനെ കണ്ണു കാണത്തില്ലല്ലോടെ. ഓക്കെ. ഇവിടെ മറ്റേ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പേടിക്കണ ചന്തു കൂടെ വന്നു. ചന്തുവിന് കുറച്ച് പേടിയാണ്. പ്ലീസ് ഡോൺ ടച്ച്. ഇത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. തയ്യൽ മെഷീൻ പണ്ടത്തെ ആൾക്കാർ തയ്ച്ചുകൊണ്ടിരുന്നത് മറ്റേ സാധനമൊക്കെ. പിന്നെ ഇതെന്താണ്? ഇത് അവരുടെ മറ്റേ പ്രാർത്ഥന എന്തോ തോന്നുന്നു. പാട്ടുമുണ്ട്, പക്ഷേ കോപ്പറേറ്റ് അടിക്കല്ലേ. ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലേ. നമ്മളവർക്ക് ജസ്റ്റ് ലിഫ്റ്റ് കയറി നേരെ മേളിൽ പോവാന്ന്. ഇവിടെ ലിഫ്റ്റ് ഭയങ്കര സ്പീഡാന്ന് കേട്ടിട്ടുണ്ടോ? നമുക്ക് കയറിയിട്ട് നോക്കാം എന്തായാലും. ഇവിടെ ഒരു വെയിറ്റിംഗ് ഉണ്ട്. ഇവിടെ മറ്റേ നമുക്ക് കാണിച്ചുകൂടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താന്ന് നോക്കുക നമ്മൾ. ഇനി അവിടെ കയറിയിട്ടെന്ന് അറിയത്തില്ല. ആൾക്കാരെല്ലാം നിൽപ്പുണ്ട്. സംഭവം കൊള്ളാട്ടോ ഇവിടെ. പിന്നെ എനിക്ക് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വൈഫൈ ഉണ്ട്. ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട്. ഇപ്പം നമ്മൾ വേറൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ വൈഫൈ അല്ലാതെ വേറെ എല്ലായിടത്തും കിട്ടും. ഇവിടെ നമ്മൾ ഏത് ലൊക്കേഷനിൽ പോയിട്ട് അവിടെ എല്ലായിടത്തും ഒരു ഗസ്റ്റ് വൈഫൈ ഉണ്ടായിരുന്നു, നല്ല സ്പീഡുള്ളത്. നമ്മുടെ ഹോട്ടലിലെ ഷോക്കാ, അത് പോട്ടെ. ബാക്കി എല്ലായിടത്തും നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പം അമ്മമാരെല്ലാം ഫോണിൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. നമ്മളവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഈ പുള്ളി വന്നിട്ട് പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യണം കുറച്ച്. നിങ്ങൾ അപ്പുറത്തൊന്ന് ലിഫ്റ്റ് ചെയ്തതിനൊക്കെ സ്പീഡുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്തായാലും പുള്ളിയോട് പോവാണ്. അവിടെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പുറത്തെ ലിഫ്റ്റ് കയറാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ വന്ന വഴി തന്നെ, എൻ്റെ അപ്പുറത്തായിരിക്കും ലിഫ്റ്റ് മിക്കവാറും. ഇതോ നമ്മൾ ലിഫ്റ്റ് കയറി. എന്നോട് കയറുമെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.
കണ്ട അത്ര പെട്ടെന്ന് എത്തിയെന്ന്. പെട്ടെന്ന് എത്തിയില്ലേ? ഓ എന്റെ മോനെ, ഓ പൊളി പൊളി. ഇത് കണ്ട സാധനം, ഇത് അത് പലർക്കും പേടിയാണ് കയറാനേ. നമുക്ക് വിഷയമൊന്നുമില്ല, നമ്മൾ സെറ്റ് ആയിട്ടിരിക്കുന്നു. നമ്മൾ ആദ്യം കയറുമ്പോൾ ഇതെങ്ങാനും പൊളിഞ്ഞാലോ എന്ന് ആദ്യം പറയുന്നത്. ഓ സൂപ്പർ. ഓ ഇത് അടിപൊളി കേട്ടോ. ഇത് ആനിമേഷൻ ഉണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ല. ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചവിട്ടുമ്പോ പേടിച്ച ചവിട്ടുന്നു. പൊട്ടി പോവാന്നോ? ഏയ് കേരളം അല്ലടേ. ഇവിടുത്തെ കാര്യം എന്താന്ന് വെച്ചാല്, ഇതാണ് ഓൾഡ് ദുബായ് ഈ കാണുന്നത്. അതാണ് ദുബായ് ഫ്രെയിമിൽ ഒരു സൈഡ് എന്നാ ഓൾഡ് ദുബായ്, മറ്റേ സൈഡ് ന്യൂ ദുബായ്. ന്യൂ ദുബായ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇനി ന്യൂ ദുബായ്. See this? ഉണ്ട് ബുർജ് ഖലീഫ നിൽക്കുന്നത്, വേറെ ബിൽഡിങ്സ് ഉണ്ട്. ഇതാണ് ന്യൂ ദുബായ്. അതാണ് ഈ ദുബായ് ഫ്രെയിമിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഐറ്റം. പിന്നെ ഇവിടെ സ്നാക്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് നാടുകൾ ടൂറിസ്റ്റുകളുണ്ട്, പരിപാടി എല്ലാം ഉണ്ട്. അടുത്ത ക്യാബ്. യെസ്. ആന്റിമാരുടെ അടുത്ത് അവര് സെൽഫി എടുക്കുന്നുണ്ടോ? അവര് കൊറിയക്കാരാണെന്ന് ചോദിച്ച് സെൽഫി എടുത്തോട്ടെ. അപ്പം അവിടെ ആക്ച്വലി ഈ കാണുന്നത് ദുബായ് രാജാവിന്റെ ഒരു എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ലോണില് അവരെന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഈ കാണുന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ തിരക്ക് താഴെ അവിടെ ഉണ്ട്, അവിടുന്ന് എൻട്രി വരുന്നത് ഫ്രെയിമിലേക്ക്, ആ ഭാഗത്തുനിന്ന് അവിടെ നമ്മൾ കയറി വന്നത്. ആ വഴി ഇങ്ങനെ കയറിയാ വന്നത്. പിന്നെ ബുർജ് ഖലീഫ, ബുർജ് ഖലീഫ, പിന്നെ അപ്പുറത്തെ ബിൽഡിങ്സ്. ഓ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ ദുബായ്, അതിന് വേറൊന്നും ഇല്ല. അതാണ് ലാസ്റ്റ്. അടിപൊളിയാണ് എന്തായാലും. ഇവിടെ നടക്കാനേ തോന്നുന്നില്ല, കാര്യം ഇവിടെ ഒന്നാമതേ പുറത്ത് ചൂടാ. ഇവിടെ AC ആയതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാനേ തോന്നുള്ളൂ. പിന്നെ പുറത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ലാന്ന് തോന്നുന്നു, അറിയില്ല. നമ്മൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങും. അപ്പം ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ്സ് തരാം. ഇനി നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മളെന്തായാലും ലിഫ്റ്റിൽ കയറാൻ പോവാണ്. 48 നിലയിൽ നിന്നാട്ടോ പോകാൻ പോകുന്നത്. എത്ര സെക്കൻഡോടെ നോക്കണം. 48 നില താഴെ എത്താൻ എത്ര സമയം എടുക്കുന്നു നമുക്ക് നോക്കാം. ഇവിടെ ഒരു 2050യോ? ഓ 2050 ദുബായിയുടെ ഫ്യൂച്ചറായി കാണിക്കുന്നത്. നോക്കിക്കോ. അവന്മാരൊക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് തുടങ്ങി. 2050 ആകുമ്പോൾ എവിടെ എത്തും എന്നുള്ളത്. നമ്മളിപ്പോഴൊന്നും ആയിട്ടില്ല. അവരുടെ 2050 ഓരോ കാര്യങ്ങൾ കാണിക്കുന്ന കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ രാജാവില്ലേ, ഇവിടുത്തെ പേരെന്ന് ഷെയ്ഖ് ബിൻ അൽ മുഹമ്മദ്, ആ പുള്ളി റാഷിദ് എന്തോ, പുള്ളിയുടെ എന്തൊരു ബുക്കുണ്ട്, അതിനെ ബേസ് ചെയ്തെന്തോ പറയുന്നതാണ്. സംഭവം കൊള്ളാം. നമ്മളങ്ങനെ താഴെ എത്തി
ഇവിടെ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാറുണ്ടല്ലോ മേളിൽ. നമ്മുടെയൊക്കെ ഒരു താഴേന്നൊരു നമ്മുടെ കയറി വരുമ്പോൾ ഒരു ഫാമിലി ഫോട്ടോ എടുക്കും. എന്നിട്ട് അവർ കാർഡ് തരും. ആ കാർഡ് മേളിൽ കാണിച്ച് QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ദുബായ് ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ എടുക്കാം. നമുക്ക് 360 ഫോട്ടോ ഒക്കെ എടുക്കാം. അവിടെ തന്നെ നമുക്ക് വാങ്ങാം. പെയ്ഡായിരിക്കും, ഇവിടെ തന്നെ ഫോട്ടോ കാണും. ഞാൻ നോക്കിയിട്ടത് പറയാം എങ്ങനെയാണെന്ന്. പക്ഷേ അത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ. നമ്മുടെ ഒരു ഫോട്ടോ എടുത്ത് കിട്ടുകയെന്ന് പറയുമ്പോൾ എന്താ ഇങ്ങനെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിന് 100 dirhams ആണ്. അപ്പം ഞാൻ പറഞ്ഞ ഫോട്ടോസ് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നൈസാക്കി വെച്ചിട്ടുണ്ട്. 100 dirhams ആണ് അതിൻ്റെ റേറ്റ്. അതായത് നമുക്ക് 2400 രൂപ വരും. അവിടെ ഒരു സോവനിയർ ഷോപ്പ് ഉണ്ടായിരുന്നോ, അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സോവനിയേഴ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും, കസ്റ്റം മെയ്ഡ്. അതായത് കോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് എന്ത് വേണം പ്രിൻറ്റ് ചെയ്തൊക്കെ എടുക്കാനൊക്കെയുള്ള മെഷീൻസൊക്കെ ഉണ്ട്. പൈസ കൊടുക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് അവർ തന്നെ സെറ്റ് ചെയ്ത് തരുമ്പോൾ നമുക്ക് അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോസൊക്കെ നല്ല സൂപ്പറായിരുന്നു. പക്ഷേ 2400 രൂപ വാങ്ങേണ്ട കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും വാങ്ങിച്ചൊന്നുമില്ല. ഇത് കണ്ടോ മക്കളെ, ദുബായ് ഫ്രെയിം സൈഡാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഒരു കഫേ ഒക്കെ ഉണ്ട്. ഒരു കഫേ ഉണ്ട്, ഇവിടെ ലോണുണ്ട്, ഐസ്ക്രീം കിട്ടുന്നുണ്ട്. പിന്നെ ദുബായ് ഫ്രെയിമിൻ്റെ സൈഡ്. അയ്യോ നല്ല വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. നല്ല സുഖമായിരുന്നു അവിടെ, നല്ല വെയിൽ. തിരക്ക് തിരവില്ല ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതേ നമ്മൾ കയറി വന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ലേ കാര്യം. അവരത് അങ്ങനെ കൺട്രോൾ ചെയ്താണ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഐ മീൻ ആൾക്കാരെയൊക്കെ കയറ്റി വിടുന്നത്. ലിഫ്റ്റ് ആണെങ്കിലും അറൗണ്ട് ഒരു 1 minute താഴെ എടുത്തുള്ളൂ ഈ 48 നില ഇത്ര കയറാൻ വേണ്ടിയിട്ട്, ഇറങ്ങാൻ വേണ്ടിയിട്ടും. അതും നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അധികം റഷും കാര്യങ്ങളില്ല, നമ്മൾ മടുക്കത്തില്ല. അതാണ് മെയിൻ കാര്യം. ഇവിടെ കൊള്ളാറുണ്ട് എന്തായാലും. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എത്ര എനിക്ക് അറിഞ്ഞൂടാ. പാക്കേജ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് അറിഞ്ഞുകൂടാ. അത് നമുക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാമായിരിക്കും, ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ദുബായ് ഫ്രെയിമിനോടും വിട പറഞ്ഞ് നമ്മൾ ഇപ്പോൾ റൂമിലേക്ക് പോവാണ്. റൂമിലൊരു കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനിയിപ്പം ഡെസേർട്ട് സഫാരി ഉണ്ട്. ഡെസേർട്ട് സഫാരി ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാര്യം ഉച്ചയ്ക്ക് വെയിലല്ലേ, ഉച്ച കഴിഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ സീ യു ലൈറ്റർ.